നമസ്കാരം, ഐറസ് പാരറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അജമാംസ രസായനത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും അജമാംസ രസായനത്തെക്കുറിച്ച്. നിങ്ങൾ പലരും ആലോചിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പലരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ശരീരപുഷ്ടിക്ക് മാത്രമുള്ള ഒരു രസായനമാണ് ഈ അജമാംസ രസായനം എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അജമാംസ രസായനം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് തന്നെ ഇതിൽ അജമാംസം ഇൻക്ലൂഡഡ് ആണ്. അജമാംസം എന്ന് വെച്ചാൽ ആടിന്റെ മാംസം കൊണ്ടാണ് ഈ രസായനം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരീരപുഷ്ടിക്ക് വളരെ നല്ലതാണ്. ശരീരപുഷ്ടിക്ക് മീതെ ഇത് വേറെയും പല രോഗങ്ങൾക്കും നല്ലതാണ്. അതായത് ചുമ, വാതരോഗങ്ങൾ, അതുപോലെ പനി, യോനി സംബന്ധമായ രോഗങ്ങൾ, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, ശരീരത്തിന്റെ ബലക്കുറവ് അല്ലെങ്കിൽ ഉത്സാഹക്കുറവ്, ഇതിനൊക്കെ അജമാംസ രസായനം വളരെ നല്ലതാണ്. തന്നെ സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അവരൊക്കെ ഈ അജമാംസ രസായനം കഴിക്കുന്നത് ഒരു ലിമിറ്റ് വരെ അവരെ ശരീരം സ്റ്റിഫ്നെസ് മാറ്റാനും അതുപോലെ ഒരു ബലക്കുറവൊക്കെ ഒന്ന് ക്രമീകരിക്കാനൊക്കെ സഹായിക്കുന്നു. നല്ല ഉറക്കം കിട്ടാത്തവർക്ക് അജമാംസ രസായനം കഴിക്കുന്നവരെ നല്ല ഒരു ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. കൂടുതലും സ്ത്രീകൾ പ്രസവ രക്ഷയുടെ ഭാഗമായി അജമാംസ രസായനം ഉപയോഗിക്കുന്നു. അത് അവരുടെ മുലപ്പാല് വർദ്ധിക്കാനൊക്കെ സഹായിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ രസായനം എന്ന് പറയുന്നത് ദഹിക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായ വിഷയങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇൻഡൈജഷൻ പോലുള്ള വിഷയങ്ങളുള്ളവർ ഇത് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങളുടെ BP വളരെ കൂടുതലാണ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആണ്, അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ ഇത് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. മറ്റസുഖമൊന്നും ഇല്ലാത്തവർ ഇത് സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി നിങ്ങൾ സ്ഥിരീകരിക്കുക. നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാതെ, അത് ഷുഗർ, BP, കൊളസ്ട്രോൾ എന്നിവ തുടങ്ങുന്ന അസുഖങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങളൊന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ദിവസം ഇത് 1 സ്പൂൺ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്ഥിരമായി കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. 1 സ്പൂൺ ഈ രസായനത്തിന് തൊട്ടു പുറകെയായി ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇന്ന് ഞാൻ ഈ ചെയ്ത വീഡിയോ, അജമാംസ രസായനത്തെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ സൂചിപ്പിക്കുക. അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക.